പട്ടയമേളയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തി. ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹോദരീ സഹോദരന്മാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഒരു വർഷം പൂർത്തിയാകുന്ന ഘട്ടമാണ്. അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികൾക്കുള്ള പട്ടയം നൽകുന്നു എന്നത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. ഭൂമിയുടെ അടിസ്ഥാന ഉടമസ്ഥാവകാശ രേഖയാണ് ഇന്നിവിടെ വെച്ച് ലഭിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇത്തരത്തിലൊരു സ്വപ്നവും പേറി ജീവിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. അനേകായിരങ്ങൾ ഈ തരത്തിൽ പട്ടയം ലഭിക്കേണ്ടവരായി ഉണ്ട് എന്നത് സർക്കാരിനറിയാം. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും എടുത്തു പറഞ്ഞതുപോലെ അവർക്ക് മുഴുവനായും പട്ടയം ഇപ്പോൾ വിതരണം ചെയ്യാനാകുന്നില്ല. അതിൻ്റെ അർത്ഥം പട്ടയത്തിന് ഏതെങ്കിലും തരത്തിൽ അർഹതയില്ലാത്തവരാണ് എന്നല്ല. സാധാരണ നിലക്കുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി രേഖ തയ്യാറാക്കി ഈ ഉടമസ്ഥാവകാശ രേഖ കൈമാറാൻ മാത്രം കാര്യങ്ങൾ പൂർണ്ണതയിലായിട്ടില്ല. അത് മുഴുവൻ പൂർണ്ണമായ 5490 പേർക്കുള്ള പട്ടയമാണ് ഇവിടെ വെച്ച് നൽകാൻ ഇന്ന് കഴിയുന്നത്. ഇത് ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ എന്നത് സർക്കാർ ഗൗരവപൂർവ്വം തിരിച്ചറിയുന്നുണ്ട്. ബാക്കിയുള്ളവർ ഈ പട്ടയം സമയബന്ധിതമായി ലഭിക്കേണ്ടവരാണ്. പതിറ്റാണ്ടുകളായി ഇത്തരം വാചകങ്ങൾ കേൾക്കുന്നവരാണ് നിങ്ങളെല്ലാവരും.
ഒരു ഭാഗം പട്ടയം കൊടുക്കുമ്പോൾ ബാക്കി പട്ടയം സമയബന്ധിതമായി നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പലപ്പോഴായുള്ള ഭരണാധികാരികളുടെ പ്രഖ്യാപനങ്ങൾ ആ സമയത്തെല്ലാം വിശ്വസിച്ചവരാണെങ്കിലും പിന്നീടുള്ള അനുഭവം ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ സംശയാലുക്കളാക്കുന്നുണ്ട് എന്നതും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഇടയാക്കുന്ന ഒന്നല്ല. സർക്കാർ മെഷീനറിക്ക് അതിവേഗതയിൽ നീങ്ങാനുള്ള പ്രയാസമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ സാധാരണ ചില ഘട്ടങ്ങളിലെല്ലാം പട്ടയം നൽകാറുള്ളത് ഏതെങ്കിലും ചില പ്രത്യേക പ്രാധാന്യമുള്ള സന്ദർഭത്തിലാണ്. ഒന്നുകിൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ്, അതിൻ്റെയൊക്കെ തൊട്ട് മുന്നിൽ കുറച്ച് പട്ടയം തട്ടിക്കൂട്ടി അത് ധൃതിപ്പെട്ട് നൽകുമ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള ഒന്നും ആർക്കും പറയാനാവില്ല. ഒരു തെരഞ്ഞെടുപ്പും തൊട്ടു മുന്നിൽ നമുക്ക് നേരിടേണ്ടി വരുന്നത് 5000-ൽ പരം എന്ന എണ്ണത്തിൽ നിൽക്കേണ്ടി വന്നു. ഇവിടെ ബഹുമാനായ MLA പറഞ്ഞ കാര്യം ശരിയാണ്. പ്രതീക്ഷിച്ചിരുന്നത് 10,000-ഓളം പട്ടയം നൽകാൻ കഴിയുമെന്നായിരുന്നു. സാധാരണ നിലക്ക് ഇത്തരം പ്രതീക്ഷകളൊന്നും തെറ്റിപ്പോകാറില്ല. പല പ്രതീക്ഷകളും തെറ്റിപ്പോയ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷയൊന്നും തെറ്റിപ്പോകാറില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ സാധാരണ നിലക്ക് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഒരു പ്രശ്നം സംഭവിച്ചു. ഈ 10,000-ൽ ഇപ്പോൾ എത്താൻ കഴിഞ്ഞില്ല. അതൊരു കുറവ് തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ കുറവ് സമ്മതിച്ചുകൊണ്ട് തന്നെ ഇടുക്കിയിലെ പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതായത് പട്ടയത്തിന് അവകാശമുള്ളവരെന്ന് പറയുന്നവർ വളരെ കാലമായി സ്വന്തം ഭൂമിയിൽ ഉടമസ്ഥാവകാശമില്ലാതെ അന്യാധീനപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അവർക്കാകെ പട്ടയം നൽകുക എന്നത് സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെയുള്ള ഇതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. അവർ ഈ സമയത്തിനുള്ളിൽ 2 വർഷമാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ ഇവിടെ പട്ടയം ലഭിക്കാൻ അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകാനുള്ള എല്ലാ രേഖകളും തയ്യാറാക്കണം എന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ 2 വർഷം കൊണ്ട് ഈ ജില്ലയിലെ പട്ടയത്തിന് അവകാശമുള്ളവർക്കെല്ലാം പട്ടയം നൽകാൻ കഴിയും എന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനം നടപ്പാക്കുന്നതിന് പ്രത്യേകമായ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് വകുപ്പിൻ്റെ ചുമതലക്കാരനായി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം പങ്കെടുത്ത യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇത് മോണിറ്റർ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനു പുറമെ റവന്യൂ മന്ത്രിയുടെ മോണിറ്ററിങ്ങും ഉണ്ടാവും. ഏതായാലും ആവശ്യമായ ഉദ്യോഗസ്ഥർ ഇപ്പം തന്നെയുണ്ട്.
അതിൽ കൂടുതൽ സംവിധാനം ഒരുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം സംവിധാനങ്ങളും ഒരുക്കും. 2 വർഷം കൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും പട്ടയം നൽകും എന്നത് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഇവിടെ റവന്യൂ മന്ത്രി പ്രസ്താവിക്കുകയുണ്ടായി, അത് ഓരോ പ്രദേശത്തും ഉള്ള പട്ടയത്തിൻ്റെ കാര്യങ്ങളടക്കം പരിശോധിച്ചു പോകുമെന്ന്. അതിൻ്റെ വിശദാംശങ്ങളിൽ അദ്ദേഹം തന്നെ പോവുകയും സമയബന്ധിതമായി പട്ടയം വിതരണം ചെയ്യാനുള്ള നടപടികളെടുക്കുകയും ചെയ്യുമെന്നതാണ് ആദ്യമായി പറയാനുള്ളത്. ഇവിടെ മാത്രമല്ല പട്ടയ പ്രശ്നമെന്നത് നാം തിരിച്ചറിയണം. പലയിടങ്ങളിലും പട്ടയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനായ റവന്യൂ മന്ത്രിയോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്ത കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അത് കാസർഗോഡാണ്. അവിടെ അന്ന് 2247 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി. അപ്പോൾ കാസർഗോഡ് ഇത്രയധികം ആളുകൾക്ക് പട്ടയം നൽകാനുണ്ട് എന്നുള്ളത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത്. ഓരോ സ്ഥലത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇത് തുടരുക തന്നെയാണ്. അപ്പോൾ ഇടുക്കിയിലും കാസർഗോഡും മാത്രമല്ല, എവിടെയൊക്കെ പട്ടയം ലഭിക്കേണ്ട പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ അർഹതയുള്ളവർക്ക് പട്ടയം നൽകുന്ന നില തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെയൊക്കെ കുടിയേറ്റ നിലയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കുടിയേറ്റക്കാരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. എന്നാൽ നമുക്കറിയാം, കയ്യേറ്റങ്ങളും പലതും നടക്കുന്നുണ്ട്. അപ്പോൾ കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ഭരണമല്ല എന്നത് നാം കാണുന്നു. മണ്ണിൽ പണിയെടുക്കുന്നവൻ്റെ കണ്ണീരൊപ്പുന്ന സർക്കാരാണ്. അവർക്ക് ആശ്വാസം നൽകേണ്ട കാര്യം വരുമ്പോൾ അതിന് മറ്റെന്തെങ്കിലും നിയമ സാങ്കേതികത്വമൊക്കെ ഉന്നയിച്ച് അതിന് തടസ്സമുണ്ടാക്കുന്ന സമീപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഉറച്ച നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇവിടെ സർക്കാരിൻ്റെ കർഷകരോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ഞാൻ പ്രത്യേകമായി പറയേണ്ടതായിട്ടില്ല. എല്ലാവർക്കും ആ കാര്യം പൂർണ്ണ ബോധ്യമുള്ളതാണ്. ഇപ്പോൾ പട്ടയം ലഭിക്കുന്നവരിൽ 3480 പേരും 1977 ജനുവരി 1 മുൻപ് താമസമാക്കിയ കർഷകരാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട അർഹരായ ബാക്കി ആളുകൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു 2 വർഷത്തിനകം പട്ടയം നൽകുമെന്ന്. പതിറ്റാണ്ടുകളായി മണ്ണിനോടും കാലാവസ്ഥയോടുമൊക്കെ മല്ലിട്ട് കൃഷി ചെയ്യുന്ന കുടിയേറ്റ കർഷകർക്ക് അവരുടെ അർഹത മുൻനിർത്തി പട്ടയം നൽകാനുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇവിടെ 1993 പ്രത്യേക ചട്ടമനുസരിച്ച് പട്ടയം നൽകിയ ഭൂമിയുടെ നില പോലും റിസർവ് വനത്തിൻ്റേതാണെന്ന് നമ്മുടെ കോടതിയിൽ പറഞ്ഞ പഴയ കാലം ഉണ്ട് എന്നത് നാം ഓർക്കേണ്ടതാണ്. അത്തരം തടസ്സവാദങ്ങളെല്ലാം തിരുത്തി സത്യവാങ്മൂലം നൽകി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ചെയ്യുന്നത്. 1977 ജനുവരി 1 മുൻപുള്ള 25,883 കൃഷിക്കാർക്ക് പട്ടയം നൽകാനാവുമെന്ന സ്ഥിതി ഉണ്ടായത് എങ്ങനെയാണ് എന്നതും നാം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. സുപ്രീം കോടതി ഒരു കേസുണ്ടായിരുന്നു.
അതിൽ സത്യവാങ്മൂലം നൽകി കൃഷിക്കാരന് അനുകൂലമായി വിധി നേരത്തെ സമ്പാദിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു നില കേരളത്തിൽ ഉണ്ടായത് എന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അനവധി പേർക്ക് പട്ടയ ലഭ്യത ഉറപ്പായത്, പട്ടയം കിട്ടുകയും ചെയ്തു. ഇവിടെ ഫലപ്രദമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതിൽ സത്യവാങ്മൂലത്തിന് അങ്ങേയറ്റത്തെ പ്രത്യേകതയുണ്ട്. കൃത്യമായ വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി സത്യവാങ്മൂലം നൽകാനാവണം. അതുമായെല്ലാം ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ ഒട്ടേറെ വിവാദങ്ങളുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അത് നല്ലതുപോലെ അറിയാവുന്നതാണ്. ഞാനതൊന്നും ഇപ്പോൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രം. ഇവിടെ സത്യവാങ്മൂലം ഒരു ഗവൺമെൻറ്റിൻ്റെ 2 വകുപ്പുകൾ 2 രീതിയിൽ നൽകിയ അനുഭവം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. വനം വകുപ്പ് ഒരു തരത്തിൽ, റവന്യൂ വകുപ്പ് മറ്റൊരു തരത്തിൽ. അങ്ങനെ അതിൻ്റെ എല്ലാം ഭാഗമായി ഈ പട്ടയ വിതരണം വലിയ തോതിൽ മന്ദീഭവിച്ചു പോകുന്ന നില പലപ്പോഴായി വന്നു എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പട്ടയം നൽകി അത് തിരിച്ചു വാങ്ങി, പിന്നെ അത് കൂട്ടയടിയിൽ കലാശിച്ചു. അതൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ടാകാനിടയുള്ള കാര്യമാണ്. ഭൂമി സംബന്ധിച്ച് ഒരുപാട് നിയമമാറ്റങ്ങൾ കൊണ്ടുവന്ന് അർഹതപ്പെട്ടവർക്ക് പട്ടയം നൽകുന്നതിനുള്ള ശ്രമം തടയപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എന്നതും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതാണ് സത്യവാങ്മൂലത്തിലൂടെയും മറ്റും മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഒരു സർക്കാരിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി തന്നെയാണ്. ആരോടൊപ്പമാണ് എന്നതാണ് പ്രശ്നം. അക്കാര്യത്തിൽ ശങ്കിക്കേണ്ടതില്ല. കർഷകർക്ക് ഭൂമി നൽകാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി തന്നെയാണ് ഇന്നത്തെ സർക്കാർ പ്രകടിപ്പിക്കുന്നത്. മലയോര കർഷകർ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ്. കാരണം ഉള്ളതെല്ലാം വിറ്റുപെറുക്കി നാടും വീടും വിട്ട് മടക്കുകളിൽ എത്തിയവരാണവർ. ഇവിടെയാണെങ്കിൽ അത്യന്തം എതിരായ കാലാവസ്ഥ, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ, പഴയ കാലത്താണെങ്കിൽ അതോടൊപ്പം മഹാരോഗങ്ങൾ, ഇതിനെല്ലാം അതിജീവിച്ച് ജീവിതം പടുത്തുയർത്തിയവരാണ് ഇവിടെയുള്ള കർഷകർ. അങ്ങനെ ഈ മലമടക്കുകളിൽ വന്ന് കഠിനാധ്വാനം ചെയ്ത് സുഗന്ധവ്യഞ്ജനം നല്ലതുപോലെ ഉണ്ടാക്കി അത് കയറ്റുമതി ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവിന് വിദേശ നാണ്യം നേടുന്നതിന് വഴിവെച്ച് ഖജനാവിനെ ശക്തിപ്പെടുത്തിയ വിഭാഗമാണ് മലയോര കർഷകർ. ആ കർഷകർക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ അർഹതപ്പെട്ട രീതിയിലുള്ള നീതി കിട്ടിയോ എന്നത് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ദുരവസ്ഥക്ക് പരിഹാരം കാണാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. 1972 ഇടുക്കി ജില്ല രൂപപ്പെട്ടതെങ്കിലും അതിനും എത്രയോ മുൻപ് മുതൽ ഒരു പ്രത്യേക സവിശേഷ ജീവിത സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് എത്രയോ മുൻപ് തന്നെ കുടിയേറ്റ ചരിത്രം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാം കാണേണ്ടത് മലനാട്ടിലെ പ്രകൃതി വിഭവങ്ങൾ
ചൂഷണം ചെയ്ത് ജീവിക്കാനും വനപ്രദേശം സംരക്ഷിക്കാനും ഉദ്ദേശിച്ചുള്ള രാജശാസനങ്ങൾ രാജഭരണകാലത്ത് ഈ നാടിനെ മുൻനിർത്തി ഇറങ്ങിയിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. 1850കളിൽ തന്നെ തോട്ട വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നവരുണ്ട്. കഴിഞ്ഞ ലോകമഹായുദ്ധ കാലം, ആ യുദ്ധാനന്തര കാലം, ആ കാലത്ത് അതിരൂക്ഷമായ ദാരിദ്ര്യം, ഇതിൻ്റെ ഭാഗമായി ഇവിടെ വന്നു ചേർന്നവരുണ്ട്. ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ആവശ്യത്തിനും മറ്റുമായി ഇവിടെ വന്ന് ജോലി ചെയ്യുകയും ഇവിടത്തേക്ക് സർക്കാർ തന്നെ പറിച്ച് നട്ടവരായും ഉള്ളവരിവിടെയുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇവിടെ എത്തിപ്പെട്ടവരെ, ദശാബ്ദങ്ങൾക്ക് മുൻപ് എത്തിപ്പെട്ട് ഈ മണ്ണിൽ പൊന്നു വിളയിച്ചവരെ, അവരെ കയ്യേറ്റക്കാരായി സർക്കാർ കാണുന്നില്ല. കുടിയേറ്റക്കാരെ കൂടി തർക്കത്തിലേക്ക് ബോധപൂർവം ഉൾപ്പെടുത്തുന്നത് കയ്യേറ്റക്കാരാണ് എന്ന് നാം തിരിച്ചറിയണം. കുടിയേറ്റക്കാരുടെ പ്രശ്നത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. സർക്കാരിന് ആ കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട്. പക്ഷേ കുടിയേറ്റക്കാർക്ക് വലിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ തിരിച്ചുവിടാൻ ബോധപൂർവം കയ്യേറിയവരുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നതും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം കുടിയേറ്റക്കാരെ ഒരു തരത്തിലുള്ള സംരക്ഷണ കവചമാക്കി നിർത്താൻ പറ്റുമെന്ന് നോക്കലാണ്. അതിനോടൊക്കെ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട്. അതൊന്നും അത്തരത്തിലുള്ള ഒരു തന്ത്രവും വിലപ്പോകാൻ പോകുന്നില്ല. കുടിയേറ്റക്കാരെ പൂർണ്ണമായും സംരക്ഷിക്കും, കയ്യേറ്റക്കാരെ നിർദാക്ഷിണ്യം ഒഴിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള വ്യക്തമായ നിലപാട്. അതിൽ ഒരു ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെയുള്ള കൃഷിക്കാരെ അലട്ടുന്നു എന്നത് സർക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ വനം പരിസ്ഥിതി നിയമങ്ങൾ, EFL ആക്ട്, ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളുടെ മേലിൽ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നവരാണ് മലയോര ജനങ്ങൾ. മലയോര ജനങ്ങൾ എന്നത് സർക്കാർ കാണുന്നത് പ്രകൃതിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് എന്നാണ്. അവർ ഏതെങ്കിലും തരത്തിൽ പ്രകൃതിക്ക് ദോഷം ചെയ്യും എന്ന് ചിന്തിക്കാൻ സർക്കാരിന് വിഷമമുണ്ട്. സാധാരണ നിലക്ക് കൃഷിക്കാർ പ്രകൃതിയെ സംരക്ഷിക്കാൻ ബാധ്യപ്പെട്ടവരാണ്. ആ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കൃഷിക്കാർ നീങ്ങുക എന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് കുടിയേറ്റ വിഭാഗത്തെ പ്രത്യേകമായി സംരക്ഷിച്ചുകൊണ്ട് സമയബന്ധിതമായി പട്ടയം നൽകും എന്ന നിലപാടെടുക്കുന്നത്. ഇവിടെ അയ്യപ്പൻ കോവിലും ചുരുളി തോട്ടിലുമൊക്കെ പാവങ്ങളെ കുടിയിറക്കിയപ്പോൾ അവരെ ആ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി AKGയെ പോലുള്ളവർ നടത്തിയ പോരാട്ടമുണ്ട്. അതിൻ്റെ ആ ചരിത്രത്തിൻ്റെ ഭാഗമായും ആ ചരിത്രത്തിൻ്റെ തുടർച്ചയായും ഈ പട്ടയ ലഭ്യത കാണണം എന്നാണ് എനിക്ക് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ടൂറിസ ഭൂപടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഇവിടെയാണുള്ളത്. അതാണ് മൂന്നാർ. അത് നമ്മുടെ ഒരു ദേശീയ സമ്പത്താണ്. മൂന്നാർ അതിൻ്റെ തനത്
ആ തനത് സവിശേഷതകൾക്ക് ഭംഗം വരാത്ത രീതിയിൽ ഈ നാടിൻ്റെ പൊതു സ്വത്തായി സംരക്ഷിച്ചു നിർത്താൻ കഴിയും. അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുക. മൂന്നാറിൻ്റെ പ്രശ്നങ്ങൾ മറ്റ് ചില കാര്യങ്ങളിൽ വേറിട്ടതാണ് എന്ന് നാം തിരിച്ചറിയണം. അതിന് കയ്യേറ്റവും കുടിയേറ്റവും കൂടിക്കലർന്ന് കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു സങ്കീർണമായ പ്രശ്നം. നേരത്തെ പറഞ്ഞതുപോലെ ന്യായമായ കുടിയേറ്റ ഭൂമിക്ക് പട്ടയം നൽകുന്ന സമീപനം സ്വീകരിക്കും. കയ്യേറ്റങ്ങൾ പലതരത്തിലുണ്ടായിട്ടുണ്ട്. അത് മൂന്നാറിൻ്റെ പൊതുവായ സാഹചര്യത്തിന് ഭംഗം വരത്തക്ക രീതിയിലുള്ള ഒന്നും അനുവദിക്കാൻ പറ്റില്ല. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക തന്നെ എന്ന ദൃഢനിശ്ചയത്തിലാണ് സർക്കാരുള്ളത്. ഇത്തരത്തിൽ ഉള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ മൂന്നാർ സംരക്ഷിക്കുക എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ദേശീയ സമ്പത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നുകൂടി തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ലാഘവത്വവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. അതേസമയം വ്യക്തമായ ഭൂരേഖകളുടെ പിൻബലമുള്ള കൃഷിക്കാരുണ്ട്. അവർക്ക് പട്ടയം നൽകുക തന്നെ ചെയ്യും. വ്യക്തതയില്ലാത്ത ചില കേസുകളുണ്ടാവും. ആ കേസുകളിൽ പരിശോധന നടത്തി കയ്യേറ്റ കുടിയേറ്റ വേർതിരിവ് വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. എന്നാൽ ഇതൊന്നുമല്ലാതെ പ്രത്യക്ഷത്തിൽ തന്നെ ഉള്ള കയ്യേറ്റങ്ങളുണ്ടാവും. ആ കയ്യേറ്റങ്ങളോട് ഒരു വിട്ടുവീഴ്ചയുമില്ല. അതിനെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇവിടെ നമ്മുടെ നാട് ഏറ്റവും വലിയ തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണിത്. ചരിത്രപരമായ കാരണങ്ങളാൽ തന്നെ ഒരു ഭാഗം ഭൂമി തോട്ട നടത്തിപ്പിനായി ഇവിടെ പാട്ടത്തിന് കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഭൂമി വലിയ തോതിൽ കുറവാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ചില ആളുകളുടെ വാദഗതികൾ വരുന്നുണ്ട്. ഈ തോട്ടങ്ങൾ ഇങ്ങനെ നിലനിൽക്കേണ്ടതുണ്ടോ എന്ന്. നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗമാണ് തോട്ടവും എന്നത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ആ തോട്ടം തോട്ടമായി നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് തോട്ടങ്ങൾക്ക് എന്ന നിലയിൽ നീക്കിവെക്കപ്പെട്ട ആ ഭൂമി തോട്ട ആവശ്യങ്ങൾക്ക് തോട്ടത്തിൻ്റെതായ ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കുന്ന നില വരുന്നു. അതോടൊപ്പം തന്നെ പാട്ടവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ആ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ചിലർ തോട്ടം എന്ന നില ഉണ്ടെങ്കിലും ആ തോട്ടം നടത്താൻ തയ്യാറാകാത്ത നില സ്വീകരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ പറ്റില്ല. തോട്ടം തോട്ടമായാണ് നിൽക്കേണ്ടത്. ആ തോട്ടം അതേ രീതിയിൽ തന്നെ നിലനിന്ന് പോകുന്നതിനുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. ദുരുപയോഗങ്ങൾ തടയേണ്ടതായിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇത് അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഭൂമി അങ്ങനെ വെച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന ചില തോട്ടമുടമകളുണ്ട്. അതും ശരിയായ സമീപനമല്ല. അക്കാര്യത്തിലും സർക്കാരിന് ഇടപെടേണ്ടതായിട്ട് വരും. ഇവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് പാവപ്പെട്ട ഒട്ടേറെ പേർ തൊഴിലാളികൾ കയറി കിടക്കാനൊരു കൂരയില്ല. ഇപ്പോൾ പ്രകൃതിയോട് മല്ലടിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയൊരു കൂര വെച്ച് കെട്ടി അവിടെ താമസിക്കുന്നവരുണ്ട്. അത്തരം ആളുകളെ നേരത്തെ സൂചിപ്പിച്ച വൻകിട
കയ്യേറ്റക്കാരുടെ പട്ടികയിലല്ല കാണേണ്ടത്. ആ തരത്തിൽ സർക്കാർ ഏതായാലും അവരെ കാണുന്നില്ല. എന്നാൽ വൻകിട കയ്യേറ്റക്കാരായവർ തന്നെ ഇത്തരത്തിൽ ചിലരെ ഉപയോഗിച്ച് കയ്യേറ്റം നടത്തുന്ന ഒരു സൂത്രവിദ്യയും ഉണ്ട് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അതൊന്നും സമ്മതിക്കാൻ പറ്റില്ല. അത്തരം ഒരു കാര്യവും സർക്കാർ സമ്മതിക്കില്ല. പക്ഷേ യഥാർത്ഥ പാവപ്പെട്ടവർ അവരൊരു കൂരയായി താമസിക്കുന്നു. ആദ്യം തന്നെ അവരെ മേലെ കൈവച്ച് കളയാം. അതായിരിക്കില്ല സർക്കാരിൻ്റെ സമീപനം. ഇവിടെ തോട്ടം നിലനിൽക്കുക എന്ന് പറയുമ്പോൾ തോട്ടം തൊഴിലാളിയുടെ സംരക്ഷണം വളരെ പ്രധാനമാണ്. അപ്പോൾ തോട്ടം തൊഴിലാളിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റണം. അവരുടെ താമസ സ്ഥലത്തെക്കുറിച്ച് നേരത്തെ തന്നെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഗൗരവമായിട്ട് അത് ഉയർന്നു വന്നതാണ്. അപ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് വീടുണ്ടാവുക എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. ഇത് വേറിട്ട നിലയിൽ തന്നെ കാണേണ്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ ഒരു പദ്ധതി അതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ തൊഴിലാളികൾ സാധാരണ നിലക്കുള്ള വീടുകളിൽ താമസിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൽ തോട്ടമുടമകൾക്ക് ഒരു ഭാഗം വഹിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അത് അവരുമായി ചർച്ച ചെയ്യുന്ന നില നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ ഏതായാലും ഈ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം, ഭൂപ്രമാണിമാർ നടത്തുന്ന കയ്യേറ്റം വൻകിട വാണിജ്യ താൽപ്പര്യത്തോടെ ഇവിടെ കയ്യേറ്റം നടത്തിയവർ, നല്ല രീതിയിൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് ലാഭേച്ഛയോടെ കടന്നു വന്നവർ, അവരിവിടെയുള്ളവരല്ല, എന്നാൽ ലാഭേച്ഛയോടെ ഇങ്ങോട്ട് വന്നവരാണ്. അത്തരം ആളുകൾ നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങളോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ സർക്കാരിന് കഴിയില്ല. അത്തരം കയ്യേറ്റങ്ങൾക്കെതിരെ കർക്കശമായ നടപടി സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇവിടെ മറ്റൊരു സംഭവമുള്ളത്, ഭൂമി കിട്ടിയവർ സാധാരണ നിലക്ക് പാട്ടവ്യവസ്ഥ പ്രകാരം ഭൂമി അനുവദിച്ച് കിട്ടി. അവിടെ ആ ഭൂമി കൈവശം വെച്ച് വരുന്നു. അപ്പോൾ അതിന് തൊട്ട് നല്ല നിലക്ക് സർക്കാർ ഭൂമി കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ അതിർത്തിക്കപ്പുറം കുറച്ച് കൈവശപ്പെടുത്താം എന്ന മട്ടിൽ അതിനപ്പുറം കയ്യേറി കുറേ പ്രദേശം കൈവശപ്പെടുത്തിയവരുണ്ട്. അത്തരം ആൾക്കാരോട് പറയാനുള്ളത്, അത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. അവരവർക്ക് അവകാശപ്പെട്ട ഭൂമി അവരവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അതിനപ്പുറമുള്ള ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്കണം. അതൊഴിപ്പിക്കുന്ന നടപടി വരുമ്പോൾ ഒരു മനസ്സിന് വിഷമമുണ്ടായിട്ട് കാര്യമില്ല. ആ മനസ്സിൻ്റെ വിഷമം ഒഴിവാക്കാൻ നേരത്തെ തന്നെ ആ ഭൂമി തിരിച്ചേൽപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ സർക്കാർ ഭൂമി അന്യായമായി കൈവശം വെക്കാൻ പാടില്ല. അങ്ങനെ കൈവശം വെക്കുകയാണെങ്കിൽ ശക്തമായ നടപടിയിലൂടെ തിരിച്ചു പിടിക്കുന്ന നില സ്വീകരിക്കും. ഇവിടെ കൈവശാവകാശമില്ല, എന്നാൽ വേറെ എവിടെയും ഭൂമിയില്ല, ഇവിടെ ഒരു വീട് പോലെ ഒന്ന് വെച്ച് കെട്ടി താമസിക്കുകയാണ്. അത്തരം ആളുകളുടെ കൈവശാവകാശം എങ്ങനെ സംരക്ഷിക്കാനാകുമെന്നത് പരിശോധിക്കുന്നതിനാണ് ഗവൺമെൻറ് മുൻഗണന കൊടുക്കുക. കാരണം എല്ലാവർക്കും വീട് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുമ്പോൾ ഉള്ളതിൽ നിന്ന് ഇറക്കി വിട്ട് അവരെ വഴിയാധാരമാക്കാനല്ല താല്പര്യം സർക്കാരിന്. അപ്പോൾ മുൻഗണന അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിലായിരിക്കും. എന്നാൽ ഇതിൻ്റെ മറവിൽ ഇപ്പോൾ വന്ന് കുറേ ഭൂമി കൈവശപ്പെടുത്തി കളയാം എന്ന മട്ടിൽ ആളുകൾ വന്നാൽ അതിനെ കർശനമായി തടയുന്ന നിലയും സ്വീകരിക്കും. അതായത് ഒരു തരത്തിലുള്ള കയ്യേറ്റത്തെയും പ്രോത്സാഹിപ്പിക്കില്ല എന്നർത്ഥം. ഇപ്പോൾ തൊഴിലാളികളുടെ കയ്യിൽ 2-3 സെൻറ്റ് ഭൂമിയുണ്ട്, അവിടെയൊരു
കൂര വെച്ച് താമസിക്കുന്നു. അതും പല ആളുകളിൽ നിന്നായി കുറേശ്ശെ ഭൂമി വാങ്ങി അവിടെ തൻ്റെ വാണിജ്യ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വലിയ സൗധം കെട്ടിപ്പടുത്തു. അതും രണ്ടും രണ്ടാണ്. രണ്ടും കെട്ടിടയിലേന്ന് ചോദിക്കാം. പക്ഷേ ഒന്ന് അവരവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയ കെട്ടിടമാണ്. മറ്റത് വാണിജ്യ താല്പര്യത്തിന് വേണ്ടി പലരിൽ നിന്നായി ഭൂമി കൈവശപ്പെടുത്തി പടുത്തുയർത്തിയിട്ടുള്ള കെട്ടിടമാണ്. അത് രണ്ടിനെയും രണ്ടായിട്ട് തന്നെ കാണും. രണ്ട് കയ്യേറ്റവും ഒരേ രീതിയിലുള്ള ഗണത്തിൽ പെടുത്താൻ കഴിയില്ല എന്നർത്ഥം. ഇവിടെ നമ്മുടെ ഈ നാടിൻ്റെ വലിയൊരു പ്രത്യേകത, നൂറ്റാണ്ടുകളായി തമിഴ്നാട്ടിൽ നിന്നും വന്ന് ഇവിടെ കുടിയേറി പാർത്ത് താമസിക്കുന്നവരുണ്ട്. അവരുടെ കയ്യിൽ യഥാർത്ഥ ഭൂരേഖകളുമുണ്ട്. അപ്പോൾ ഇവരെല്ലാം സംരക്ഷിക്കേണ്ടതാണ്. തമിഴ് തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നവരെന്ന് പറയുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെ സ്വീകരിച്ചാണ് സർക്കാർ പോവുക. അതിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. ഞങ്ങൾ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു യോഗം വിളിച്ചപ്പോൾ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമല്ലാത്ത ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം തമിഴ് വംശജൻ കൂടിയാണ്, അദ്ദേഹം സർക്കാർ സ്വീകരിച്ച ഈ സമീപനത്തെ അങ്ങേയറ്റം പ്രകീർത്തിച്ച് സംസാരിച്ച അനുഭവമുണ്ടായി. ഇക്കാര്യത്തിൽ തമിഴ് മലയാള വേർതിരിവൊന്നുമില്ല. നൂറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവർ ആരാണോ, ദശാബ്ദങ്ങളായി ഇവിടെ താമസിച്ചു വരുന്നവർ, അവർക്കെല്ലാം പരിരക്ഷയുണ്ടാകും എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. ഇവിടെ യഥാർത്ഥ ഭൂരേഖയും കൃത്രിമ ഭൂരേഖയും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കെട്ടിടം പുതുക്കി പണിയാനെന്ന നിലക്ക് പെർമിറ്റ് വാങ്ങും ചിലർ. ആ പെർമിറ്റ് ഉപയോഗിച്ച് പല നിലകളായിട്ടുള്ള കെട്ടിടം പണിതവരുണ്ട്. സാധാരണ നിലക്കുള്ള ഒരു വീടിൻ്റെ പുതുക്കി പണിയലിനാണ് പെർമിറ്റ് വാങ്ങുന്നത്. പക്ഷേ പിന്നെ പണിയുന്നത് എത്രയോ നിലകളുള്ള കെട്ടിടങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതായിട്ട് വരും. ഇവിടെ ഇപ്പോൾ സങ്കീർണമായൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നത്, മൂന്നാറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മൂന്നാറിന് വെളിയിലുള്ള ചില പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളിലെ അനധികൃത നിർമ്മാണങ്ങൾ, കയ്യേറ്റങ്ങൾ, ഇവയൊക്കെ മൂന്നാറിന് തന്നെ ലിസ്റ്റിൽ വരുന്ന നിലയുണ്ടാകുന്നുണ്ട്. അപ്പോൾ സമഗ്രമായ ഭൂപരിശോധന, രേഖാപരിശോധന ഇതൊക്കെ അനിവാര്യമാക്കുകയാണ്. അത്തരത്തിൽ സർക്കാരിന് നീങ്ങേണ്ടതായിട്ട് വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് നടപടികൾ സ്വീകരിക്കാനാവും. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ നാട്ടിൽ ഇവിടെ താമസിക്കുന്ന, ദശാബ്ദങ്ങളായി താമസിക്കുന്ന ആരെയും ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കാൻ സർക്കാരില്ല. അവർക്ക് സംരക്ഷണം നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുക. പക്ഷേ കള്ളവിദ്യകളിലൂടെ ഇവിടെ കയ്യേറ്റങ്ങൾക്ക് പുറപ്പെട്ടാൽ അതിന് കൂട്ടുനിൽക്കാൻ സർക്കാരിനാവില്ല. അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഇപ്പം നൽകുന്ന പട്ടയത്തിൽ ഈ ഉപാധിയുടെ ഒരു പ്രശ്നം പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഉപാധിരഹിത പട്ടയം എന്നതാണ് LDFിൻ്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ 1993 ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരം 1/1
97 മുൻപ് വനഭൂമിയിൽ കുടിയേറിയ കർഷകർക്ക് 77 മുൻപ് വനഭൂമിയിൽ കുടിയേറിയ കർഷകർക്ക് അർഹതപ്പെട്ട പട്ടയങ്ങൾ. ഈ പട്ടയങ്ങൾ 77 മുൻപ് കുടിയേറിയ വനഭൂമിയിൽ കുടിയേറിയ കർഷകർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അത് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് സംയുക്ത പരിശോധനയിലൂടെ. അത് കേന്ദ്രാനുമതിയോടുകൂടി നൽകുന്ന പട്ടയങ്ങളാണ്. അത് ഉപാധിരഹിത പട്ടയങ്ങളാണ്. അപ്പോൾ ആ ഗണത്തിൽ വേറെ വ്യത്യാസമില്ല, എല്ലാം ഉപാധിരഹിത പട്ടയങ്ങളാണ്. ഉപാധികളുടെ പ്രശ്നം വരുന്നത് 1964 ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരം നൽകുന്ന പട്ടയങ്ങൾക്കാണ്. അപ്പം അതിൽ പതിച്ച് നൽകാമെന്ന് കണ്ടെത്തിയ റവന്യൂ ഭൂമിയിലെ കൈവശക്കാരുണ്ട്. അതുപോലെ തന്നെ ചട്ടത്തിൽ പറയുന്ന അർഹത ഉറപ്പാക്കിയിട്ടുള്ള ഭൂരഹിതരുണ്ട്. ഇവർക്കാണ് 1964 ചട്ടങ്ങൾ പ്രകാരം ഭൂമി പതിച്ച് നൽകുന്നത്. അപ്പോൾ റവന്യൂ ഭൂമി കൈവശം വെച്ച് വരുന്ന ഒരു കൂട്ടർ, പിന്നെ സാധാരണഗതിയിൽ ഭൂരഹിതരായിട്ടുള്ളവർ, ഈ ചട്ടപ്രകാരം അർഹതയുള്ളവർ, ഇങ്ങനെയുള്ളവർക്കാണ് ഈ പട്ടയം നൽകുക. ഇതിൽ കൃഷിക്ക് 1 ഏക്കർ, ഭവന നിർമ്മാണ ആവശ്യത്തിന് 15 സെൻറ്റ്, ഇതാണ് പതിച്ച് നൽകുന്ന ഭൂമി. ഇതിൽ വന്നൊരു വ്യത്യാസം, ഇങ്ങനെ പട്ടയം കിട്ടുന്നവർക്ക് ഭൂമി കൈമാറാൻ 25 വർഷം കഴിഞ്ഞേ സാധ്യമാകുമായിരുന്നു. അപ്പോൾ ഇവിടെ അത് 25 വർഷം എന്ന് നിജപ്പെടുത്തിയ അവസ്ഥ നേരത്തെ ഉണ്ടായി. ഇതാണ് വലിയ പ്രശ്നമായിട്ട് വന്നിരുന്നത്. ഇതിലൊരാശങ്കയും വേണ്ട. ഇത് 12 വർഷമായി സാധാരണ നിലയിൽ കുറവ് ചെയ്തിട്ടുണ്ട്. മറ്റെല്ലായിടങ്ങളിലും ഉള്ളതുപോലെ തന്നെയുള്ള വ്യവസ്ഥയാണ് അതിന് ബാധകം. അത് 12 വർഷമായി കുറവ് ചെയ്തിട്ടുണ്ട്. 25 വർഷം എന്നത് ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പിന്നെ ഉണ്ടായൊരു പ്രശ്നം ഭൂമി പണയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ആ കാര്യത്തിൽ ഇളവ് നൽകി സർക്കാരിനോ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിനോ വീട് വെക്കാനോ കൃഷി ആവശ്യത്തിനോ ഇനി ഭൂമി അഭിവൃദ്ധിപ്പെടുത്തുന്നതിനോ പണയം വെക്കാൻ അനുമതി നൽകുന്നുണ്ട്. അപ്പോൾ പണയം വെക്കാനുള്ള അനുമതിയില്ല എന്ന പ്രശ്നവും ഇവിടെ പരിഹാരമാവുകയാണ്. ഒരു പ്രശ്നം ബാക്കിയുള്ളത് 1986 വൃക്ഷ സംരക്ഷണ നിയമത്തിൻ്റെ 22-ാം സെക്ഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു മരം മുറിക്കണമെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധനയുണ്ടായിരുന്നു. ഈ നിബന്ധന ഇളവ് ചെയ്യുന്ന കാര്യം സർക്കാരിൻ്റെ സജീവമായ പരിഗണനയിൽ തന്നെ ഇരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ലഭ്യമാകുന്ന ഇളവ് ഇപ്പോൾ ഇവിടെ നൽകുന്ന പട്ടയങ്ങൾക്ക് കൂടി ബാധകമാകുന്ന രീതിയിലുള്ള ക്രമീകരണം ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ആ ഇളവ് നൽകിക്കൊണ്ടല്ല കൊടുക്കുന്നത്. പക്ഷേ ആ ഇളവ് നൽകാനുള്ള നടപടികൾ അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അത് വേഗം തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് പൂർത്തിയാകുന്ന മുറക്ക് ഇതിനും അത് ബാധകമാണ്. അപ്പോൾ ഉപാധികൾ എന്ന് പറയുന്നത് ഇത്രയായിരുന്നു. ഇതെല്ലാം ഇല്ലാതായാൽ പൂർണ്ണമായ ഉപാധിരഹിത പട്ടയങ്ങളായി തന്നെ മാറുകയാണ്. ആ ഉപാധിരഹിത പട്ടയങ്ങളാണ് ഇവിടെ നൽകുന്നതിന് സർക്കാർ തയ്യാറാകുന്നത്. വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇനി കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ കുടിയിറക്ക് നീക്കങ്ങൾ ശക്തമായൊരു ഘട്ടത്തിലാണ് 1965 മാത്യു മണിയങ്ങാടൻ അധ്യക്ഷനായ ഒരു സമിതി രൂപീകരിച്ച നിര കേരളത്തിലുണ്ടായത്. അങ്ങനെയാണ് 77 ജനുവരി 1 വരെയുള്ള കുടിയേറ്റങ്ങൾ അംഗീകരിക്കാമെന്ന സമവായം ഉണ്ടാകുന്നത്. അതിനുശേഷം എത്രയോ കാലം കഴിഞ്ഞു. ഇപ്പോൾ 40 വർഷമാണ് അതിനുശേഷം പിന്നിട്ട് പോയത്.
അപ്പോൾ ഇനിയും നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട് പട്ടയം നൽകുന്ന കാര്യം. ആ പട്ടയം നൽകുന്നതിൽ ഒരു തരത്തിലുള്ള കാലതാമസവും ഇനി വന്നുകൂടാന്നാണ്. എന്നാൽ 2 വർഷത്തെ കാലതാമസം വരും. ആ 2 വർഷം കൊണ്ട് മാത്രമേ ഇതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയൂ, രേഖകൾ പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും. ആ 2 വർഷം കൊണ്ട് ഇത് പൂർണ്ണതയിലെത്തിക്കും എന്ന് തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്ക് മൂന്നാർ നമ്മുടെ ഒരു സ്വർണ്ണ ഖനിയാണ്, നമ്മുടെ ദേശീയ സമ്പത്താണ്. അതിനെ അതേ രീതിയിൽ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സർക്കാർ ഒരു യോഗം വിളിച്ചു. അതിൽ എല്ലാവരെയും ഞങ്ങൾ വിളിച്ചു. പരിസ്ഥിതി പ്രവർത്തകരെ വിളിച്ചു, മാധ്യമപ്രവർത്തകരെ വിളിച്ചു, മത അധ്യക്ഷന്മാരെ വിളിച്ചു, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളെ വിളിച്ചു. എല്ലാവരും ഒരേ വികാരമാണ് പ്രകടിപ്പിക്കുന്നതായി കണ്ടത്. ആ വികാരം മൂന്നാറിനെ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്ന് തന്നെയാണ്. അതിന് സർക്കാർ സ്വീകരിക്കുന്ന നടപടികളോടൊപ്പം എല്ലാവരും ഉണ്ട് എന്ന് തന്നെ വാഗ്ദത്തം ചെയ്തു. അതോടൊപ്പം മൂന്നാറിൻ്റെ പ്രത്യേകത തകർക്കാൻ ഉതകുന്ന തരത്തിലുള്ള അതിന് വഴിവെക്കുന്ന കയ്യേറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കയ്യേറ്റങ്ങളുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് എല്ലാവരും പറയുന്ന അവസ്ഥയുണ്ടായി. അതിൽ നാട്ടുകാരെപ്പോഴും സർക്കാരിനോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആ അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. മൂന്നാറിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പട്ടയമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. ഈ പട്ടയമേള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 35 ആളുകൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് പട്ടയം നൽകുന്നതാണ്. ആദ്യമായി ഉപ്പുതറ ജില്ലയിൽ നിന്നുള്ള ശ്രീ എ ഡി ഗോപാലൻ അമ്പാടിയിലെ കോതപാടാണ്. ടോക്കൺ നമ്പർ 8. അടുത്തതായി അയ്യപ്പൻ കോവിൽ ജില്ലയിൽ നിന്നുള്ള സി ജി പകരാശൻ ചെമ്പൻകുളം, ടോക്കൺ നമ്പർ 5. കട്ടപ്പന ജില്ലയിൽ നിന്നുള്ള ഫിലോമിന തോമസ് ചെത്തിമറ്റത്തിൽ, ടോക്കൺ നമ്പർ 12. അയ്യപ്പൻ കോവിൽ ജില്ലയിൽ നിന്നുള്ള സി ജി പങ്കരാശൻ ചെമ്പൻകുളം, ടോക്കൺ നമ്പർ 5. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, പറയൂ. സുരരാജ്, ഇപ്പോൾ മലയോര കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് 30ഓളം പേർക്ക് ആണ് വേദിയിൽ പട്ടയം വിതരണം ചെയ്യുക. ഇന്ന് തന്നെ 5500 പേർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. 10,000 പേർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി അല്പം മുമ്പ് ഉദ്ഘാടനം പ്രസംഗം നടത്തിക്കൊണ്ട് സംസാരിച്ചത് ഇടുക്കി ജില്ലയിലെ വിശേഷിച്ചും മലയോര മേഖലയിലെ മലയോര കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെയും മലയോര ജനത നേരിടുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും സമഗ്രമായി പ്രതിപാദിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗം. അദ്ദേഹം കൃത്യമായി ഒരു കാര്യം വ്യക്തമാക്കി. 2 വർഷത്തിനുള്ളിൽ പട്ടയം ലഭിക്കാൻ അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുക എന്നുള്ളത് സർക്കാരിന്റെ നയമാണ്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇതിന് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് പ്രത്യേക ചുമതലയും നൽകിയിട്ടുണ്ട്. റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരിട്ട് ഇത്തരം നടപടികൾക്ക് മേൽനോട്ടം വഹിക്കും എന്നാണ് മുഖ്യമന്ത്രി അല്പം മുമ്പ് പറഞ്ഞത്. ഇടുക്കിയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും പട്ടയ വിതരണം കാര്യക്ഷമമായി നടപ്പിലാക്കാനുള്ള നടപടികൾ
സർക്കാർ അതിവേഗം പൂർത്തിയാക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരു കണ്ണുകൊണ്ട് കാണില്ല സർക്കാർ. ആ മണ്ണിൽ പണിയെടുക്കുന്നവനോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ് ഇടതു സർക്കാർ. അതുകൊണ്ട് കുടിയേറ്റക്കാരനെ ഏതു വിധത്തിലും സംരക്ഷിക്കും, എന്നാൽ കയ്യേറ്റക്കാരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി. ശ്രീ സാലി മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പട്ടയമേളയുടെ ഉദ്ഘാടനം കട്ടപ്പനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു.